إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എന്തെങ്കിലും മേഖലകളിൽ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ കാലയളവ് വരെ പരമാവധി എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ആ ഖുതുബയുടെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ ജോലിയും മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദഅവത്തിൻ്റെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിൻ്റെ വലിയ പ്രഖ്യാപനത്തിൻ്റെ ദിവസം,
അതിൽ നിന്ന് കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തിന്മകൾ ജീവിതത്തിൽ നിന്ന് അകറ്റാനും വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളിയാഴ്ചയെ അതിൻ്റെ ആ മഹത്വത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നിരോധിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ അതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും തന്നെ ജുമുഅ ഒഴിവാക്കാൻ പാടുള്ളതല്ല. മുസ്ലിമായ പ്രായപൂർത്തിയായ നാട്ടിലുള്ള ബുദ്ധിയുള്ള ഒരു പുരുഷൻ ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഫർളു ഐനായിട്ടുള്ളൊരു സംഭവമാണ്. ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതി. എന്നാൽ ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഒരിക്കലും ഇത് ഫർളു കിഫായ അല്ല. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ പോരാ, അത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വെള്ളിയാഴ്ചയിലെ ഈ ചെറിയ സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത്. ഈ മിമ്പറിൽ നിൽക്കുക എന്ന് പറയുന്നത് പോലും വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന സ്ഥാനത്താണ് മിമ്പറിലുള്ള ഒരു ഖതീബ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഖുതുബക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. നമസ്കാരം പഠിപ്പിച്ചത് മിമ്പറിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾപ്പെട്ട ഒന്ന്, അള്ളാന്റെ റസൂൽ പറയണില്ലേ, ചില ആളുകളുണ്ട് അവർ ജുമുഅ ഒഴിവാക്കും. ചില ആളുകളുടെ അവർ ജുമുഅ ഒഴിവാക്കും. അകാരണങ്ങളാൽ അവർ ജുമുഅയെ ഒഴിവാക്കിക്കൊണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ, ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ അവരിങ്ങനെ മുഴുകും, ദുനിയാവിന്റെ വിഷയങ്ങളിൽ. അവർ ജുമുഅക്ക് വരാതിരിക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അത് നിർത്തിയിട്ടില്ല എങ്കിൽ അവർ വീണ്ടും ആ ദുനിയാവിന്റെ വിനോദങ്ങളിൽ, ദുനിയാവിന്റെ വഞ്ചനകളെ അകപ്പെട്ടുകൊണ്ട് ജുമുഅക്ക് ഒരു നിലക്കുമുള്ള പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു സീൽ വെക്കുമെന്നുള്ളതാണ്. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, അങ്ങനെ ഹൃദയങ്ങൾക്ക് സീൽ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിന്റെ, നന്മയുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നും ഇറങ്ങുകയില്ല. അവർ ഒരിക്കലും പിന്നെ ഗാഫിലീനല്ലാതെ മറ്റു മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീന്റെ ഗണത്തിൽപ്പെടുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീൽ വെക്കും. അങ്ങനെ സീൽ വെച്ചാൽ പ്രിയമുള്ളവരില്ല, ഇനിയൊരു രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു നിലക്കും ജുമുഅ ഒഴിവാക്കരുത്. മൻ തറക ثلاث ജുമുഅത മിൻ ഗൈരി ഉദ്ർ, ഒരു ഉദ്റില്ലാതെ, ഒരു കാരണവുമില്ലാതെ ജീവിതത്തിൽ 3 ജുമുഅകൾ നഷ്ടപ്പെടുത്തിയവരെ കുതിബ മിനൽ മുനാഫിഖീൻ, അല്ലാഹു അവരെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. ആരാ മുനാഫിഖ്? നരകത്തിനടിത്തട്ടിൽ അല്ലാഹു സ്ഥാനം നൽകിയ അത്രമാത്രം മ്ലേച്ഛതകളും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തിൽ അല്ലാഹു ഇട്ട് കളഞ്ഞ ആളുകളാ മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ. അവരുടെ ഗണത്തിൽപ്പെടുത്തുമെന്നുള്ളതാണ്. പ്രിയമുള്ളവർ, എത്രമാത്രം ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുപോലെയുള്ള സദസ്യരാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. അടിയന്തരമല്ലാത്ത ഒരു യാത്ര, അത് വെള്ളിയാഴ്ചയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അത് വെള്ളിയാഴ്ച മാത്രമുള്ളതാണെങ്കിൽ, ജുമുഅ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ, അത് കറാഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള, ഹറാമിലേക്ക് എത്തുന്ന അത്രയും ദറജയിലുള്ള ഒരു തിന്മയാണ്, ഒരു പാപമാണ്. ആലോചിച്ച് നോക്ക് എത്രമാത്രം പ്രയാസമുള്ള കാര്യമാണെന്ന്.
എത്രമാത്രം വേദനയേറിയ കാര്യമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ. ചില ആളുകളുണ്ട് വെള്ളിയാഴ്ചക്ക് പ്ലാൻ ചെയ്യും യാത്ര, അതിന് ഖുതുബയും ജുമയൊക്കെ നഷ്ടപ്പെടുത്തും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമസ്കാരം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മിമ്പറിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ മിമ്പറിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത വിഷയം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത വിഷയം അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ദിവസങ്ങളുടെ നേതാവായ ജുമഅയെ, വെള്ളിയാഴ്ചയെ, അതിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സമയം ജുമഅയുടെ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും, നമ്മളാരും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും കഴിവിൻ്റെ പരമാവധി വെള്ളിയാഴ്ച വൈകി വരാതിരിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ഖുതുബക്ക് ജുമഅക്ക് പങ്കെടുക്കേണ്ടത്, പക്ഷേ ഒന്നല്ലെങ്കിൽ ഖതീബ് മിമ്പറിൽ നിന്നിറങ്ങി നമസ്കാരം തുടങ്ങുന്ന സമയത്ത് കയറി വരും, അതല്ലെങ്കിൽ ഖുതുബ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കാണാം. അങ്ങനെ നിസാരവൽക്കരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. പരിശുദ്ധ ഖുർആനിൽ എപ്പോഴാണ് വരണമെന്ന് ആയത്തിറക്കിയതുണ്ട്. ഓരോരുത്തരും നമുക്കേവർക്കും അറിയുന്ന സുപരിചിതമായ ആയത്ത്, മുമ്പ് ഓതി വെച്ച ആയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് മുന്നിൽ ഓതി വെച്ച് കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും പറയുകയാ, എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അൂ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്ത്, നമസ്കാരത്തിൽ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഏത് നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ആലോചിക്കണേ? നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്, എന്താ? അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ആ ദിക്റിലേക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ പോകണം. അതിനാ ഒരുങ്ങാനുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഹൃദയങ്ങളിൽ അതിനുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഇദാ നൂദിയല എന്ന് പറഞ്ഞത്, ഇദാ നൂദിയ, വിളിക്കപ്പെട്ടാൽ. എന്താ വിളിക്കുന്നത്? നമസ്കാരത്തിലേക്ക് വിളിക്കുന്നത് എന്താ? ബാങ്കാണ്. ആ ബാങ്കിന് മുമ്പ് നമ്മൾ പള്ളിയിലേക്ക് സന്നിഹിതരാവാൻ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്, ഒരുങ്ങണം, സമയമായി എന്ന ബോധ്യം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. നേരത്തെ എത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും വേണം. എന്തുപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു വരേണ്ടത്? വദറുൽ ബൈഅ, കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. ആ ഒരു വേളയിലുള്ള കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. ആ ഉപേക്ഷിച്ചുകൊണ്ട്, ഏർപ്പാട് ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണേ. അല്ലാഹുവിന്റെ ദിക്റുകളെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നമ്മൾ എല്ലാവിധ ഏർപ്പാടുകളും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ റഹ്മാനും റഹീമുമായ നാഥൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് റിസ്ക് നൽകുന്ന ആ റാസിഖായിട്ടുള്ള റബ്ബ് നമ്മളോട് കൽപ്പിക്കുമ്പോ ആ സമയത്തുള്ള കച്ചവടം എത്രമാത്രം നമുക്ക് ഉപകരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നു, ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, ദാലികും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള വിഷയം, ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഷയം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങളതറിഞ്ഞിരുന്നുവെങ്കിൽ.
ഏറ്റവും ഹൈറായിട്ടുള്ള വിഷയമാണ്. കച്ചവടം ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹ് ലാഭം പോകുമല്ലോ, ഇല്ല. കാരണം റബ്ബ് പറഞ്ഞത്, റബ്ബിനറിയാം എന്താണ് നിനക്ക് ഉപകാരമുള്ളതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യത്തോടെ ആ ജുമുഅ ഖുത്ബയെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തിനേക്കാളും ഹൈറെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ അള്ളാഹുവിൻ്റെ വാക്കിന് നമ്മൾ മുൻതൂക്കം നൽകണമെന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്ന ഓരോ വാതിലിലും മലായികത്തുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇദാ കാന യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅ ദിവസം വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ മലായികത്തുകൾ സന്നിഹിതരാണ്. രജിസ്റ്ററിന്റെ ബുക്കും വെച്ചുകൊണ്ട് നിൽക്കാൻ. എന്തിനു വേണ്ടിയിട്ടാ? യക്തുബൂനൽ അവ്വലു ഫൽഅവ്വൽ, ആദ്യം ആരാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് രേഖപ്പെടുത്താൻ. ആദ്യം പള്ളിയിലേക്ക് എത്തുന്നവർ ആരാണെന്ന് രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു നിയോഗിക്കുകയാണ് മലക്കുകളെ. ആ മലക്കുകളെല്ലാവരും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് പള്ളിയിലേക്ക് നേരത്തെ വരുന്ന കൗമുകൾ, ആരാണ് നേരത്തെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമൂഹം എന്ന് അല്ലാഹു നിയോഗിച്ച മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ രേഖപ്പെടുത്തിയിട്ട് എന്താണ്ടാവുക? അതിലാദ്യം എത്തുന്ന ആളുകൾക്ക് ഒട്ടകത്തെ അറുത്ത് ദാനധർമ്മം ചെയ്ത ആളുകൾ. ഒട്ടകത്തെ എത്രമാത്രം അറബികൾ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. വാഹനം എന്ന നിലയിലും ഭക്ഷണം എന്ന രൂപത്തിലും എല്ലാത്തിനും ഒട്ടകത്തിന് വളരെയധികം പ്രാധാന്യം അറബികൾ കൊടുത്തിരുന്നു. ആ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടകത്തെ അറുത്ത് ദാനധർമ്മം ചെയ്യുന്നവൻ പോലെയായിരിക്കും ആദ്യം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവൻ. ഇനിയോ രണ്ടാമത്തെ കൂട്ടരാരാ? ഒരു പശുവിനെ അറുത്തുകൊണ്ട് അത് ദാനധർമ്മം ചെയ്തവന്റെ പ്രതിഫലമാണ്. മൂന്നാമത്തെ ആളുകൾക്ക് അത് ആടിനെ അറുത്തുകൊണ്ട് ദാനധർമ്മം ചെയ്ത ആളുകൾ. നാലാമത്തെ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം എത്താൻ വേണ്ടി നമ്മൾ പ്രിയമുള്ളവരെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒട്ടകത്തെ അറുത്തതിന്റെയും അറുത്ത് ദാനധർമ്മം ചെയ്യുന്നതിന്റെ പ്രാധാന്യം എത്രയാണ് നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. ഇമാം ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കിതാബുകൾ പൂട്ടിവെക്കുന്നതാണ്. ആ മലായികത്തുകൾ ഇനി വരാനുള്ള ആളുകളുടെ പേര് എഴുതിയിരിക്കുകയില്ല. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞ് അങ്ങനെ പള്ളിയിലേക്ക് ഇമാം കടന്നു വന്ന് മിമ്പറിൽ കയറിയാൽ അവരുടെ സുഹഫുകൾ, അവരുടെ കിതാബ് അവർ പൂട്ടിവെക്കും. പിന്നെ ഒരാളുടെ പേര് എഴുതില്ല. എന്നിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്. അത് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവർ സശ്രദ്ധം ഈ മിമ്പറിൽ നിന്ന് ഖതീബ് പറയുന്ന ഖുതുബയെ, ആ ദിക്റിനെ അവർ ഏറ്റവും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ആര്? മലക്കുകൾ വരെ ശ്രദ്ധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. പള്ളിയിലേക്ക് കടന്നു വന്ന് ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്, സംസാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, അങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. പള്ളിയിലേക്ക് കൃത്യമായി കൊണ്ട് കടന്നു വരണം. ആ മലായികത്തുകൾ അവരുടെ കിതാബ്, അവരുടെ സുഹഫുകൾ പൂട്ടിവെക്കുന്നതിന് മുമ്പ് തന്നെ കയറിക്കൂടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജുമുഅ ഖുത്ബ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജുമുഅ ഖുത്ബയിലൊക്കെ പങ്കെടുത്ത ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് നേരത്തെത്താനും ആ ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കാനും പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അള്ളാഹിൻ്റെ റസൂൽ നിരോധിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഖുത്ബ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഖുത്ബ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരിക്കലും ജീവിതത്തിൽ അത് ഉണ്ടായിക്കൂടാ. രണ്ടാമത്തെ വിഷയം പള്ളിയിലേക്ക് വൈകി വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം ചില ആളുകളുടെ നമസ്കാരത്തിൽ കടന്നു വരുന്ന ആളുകൾ, ഒരാൾ രണ്ടാമത്തെ റക്അത്തിൽ വന്നു, ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. അയാൾ ഇമാമിൻ്റെ നമസ്കാരത്തിൽ ചേർന്ന് പിന്നീട് അവൻ നമസ്കരിക്കേണ്ടത് 4 റക്അത്താണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ വന്ന് കൂടിയതെങ്കിൽ ഇമാമിൻ്റെ ഒപ്പം നമസ്കാരം തുടരുകയും പിന്നെ 4 റക്അത്ത് നമസ്കരിക്കാൻ വേണം. ജുമുഅയുടെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ മിമ്പറിൽ ഖതീബ് കയറുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്ന് ഒഴിവ് ഒന്നും, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും എന്നില്ല. അതിൻ്റെ ശിക്ഷയെന്നൊരളവോ അതല്ല ആ ജുമുഅയുടെ പൂർണ്ണമായ പ്രതിഫലമോ കിട്ടുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥാനം പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ പങ്കെടുത്താൽ തന്നെ ആ ജുമുഅയുടെ നമസ്കാരം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുവരെ നമസ്കരിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ഒരു ഹിസാബ് നടത്തി നോക്കിയാൽ എത്ര ഉണ്ടാവും? ഈ പറഞ്ഞ രൂപത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഉണ്ട്. മൂന്നാമതായിക്കൊണ്ട് നമ്മളിൽ വരാറുള്ള തെറ്റ് അത് സംസാരിക്കലാണ്. ഖുതുബയിലേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കുകയും ഫോണിൽ തോണ്ടിരിക്കുകയും കാർപ്പറ്റിൽ ചിത്രം വരച്ചിരിക്കുകയും അങ്ങനെ അടങ്ങുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അധികം മോശപ്പെട്ടൊരു സ്വഭാവമാണ്. റമദാന് പോലെ, ഹജ്ജ് പോലെ, ലൈലത്തുൽ ഖദ്ർ പോലെ ഇസ്ലാമിന്റെ ശആഇറിൽ അടയാളത്തിൽപ്പെട്ടതാണ് ജുമുഅ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ആരാണോ അല്ലാഹുവിന്റെ ശആഇറിനെ ആദരിക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുമെന്നുള്ളതാണ്. വമൻ യുഅ്ളിം ശആഇരില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ശആഇറിനെ, അടയാളങ്ങളെ, ചിഹ്നങ്ങളെ ആദരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിഗണിക്കുമെന്നുള്ളതാണ്. നമ്മളിവിടെ മുമ്പ് പറഞ്ഞു വെച്ചു, മലായിക്കത്തുകൾ ശ്രദ്ധിക്കുമെന്നുള്ളത്. യസ്തമിഊന ദിക്ർ, അവർ പോലും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഖുതുബയെ നമ്മൾ പരിഗണിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? മലായിക്കത്തുകൾ എഴുത്തു നിർത്താൻ കാരണം എന്താ? ആ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഖുതുബയിൽ നിന്ന് ശ്രദ്ധ തെറ്റാൻ, മലായിക്കത്തുകൾ കേട്ടിരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തെറ്റാനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് മലായിക്കത്തുകൾ വരെ എഴുത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു സുഹഫിനെ അടച്ചു വെക്കും. ഇനി പരസ്പരം സംസാരിക്കുമ്പോൾ പ്രശ്നം എന്താ? അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. ഈ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് കരുതുക. പരസ്പരം സംസാരിച്ചിരിക്കാൻ, അപ്പോ സംസാരിച്ചവന്റെയും അത് കേട്ട് അതിന് റിപ്ലൈ തന്നവന്റെയും ഖുതുബ നഷ്ടപ്പെടും. സംസാരിച്ചവന്റെയും ആ ഖുതുബക്ക് കേൾക്കാതെ അതിന് റിപ്ലൈ കൊടുത്ത് നിൽക്കുന്ന ആളുകളുടെയും ജുമുഅ ബാത്തിലായി. അടുത്ത ജുമുഅക്ക് മരണപ്പെടുകയാണെങ്കിൽ, അതിന് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ ജുമുഅ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കുറ്റം എന്താ? മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നമ്മൾ എന്ത് ചെയ്തു? അവരെയും ആ ശ്രദ്ധയിൽ നിന്ന് വിട്ടുകളഞ്ഞു. മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലേ പരസ്പരം സംസാരിക്കണമെങ്കിൽ ഒരു പ്രയാസം, ആ പ്രയാസപ്പെടുത്തിയുള്ള ശിക്ഷയും സംസാരിച്ചവർക്ക് കിട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര അധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മൾ പല പള്ളികളിലും ഖുതുബയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം ഇതുമാണ്. കാരണം എന്താ? ഇവിടെ നിന്നാൽ എല്ലാവരും ഇങ്ങനെ കാണാം.
ചില ആളുകൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്നത് കാണാം. പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഉറങ്ങി തൂങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവിടെ നിന്ന് കിട്ടുന്ന ഇൽമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടല്ലേ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുളികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരാനുള്ള ഉമ്മത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ റസൂൽ എന്ന സ്ഥാനത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സാന്നിധ്യം പോലും ഇല്ല എങ്കിൽ എന്തിനാണ് പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്? എന്ത് പ്രതിഫലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? കാർപ്പറ്റ് വരച്ചാൽ ആ കാർപ്പറ്റ് വരച്ചതിനുള്ള കൂലിയേ ഉള്ളൂ. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്ന സമയത്ത് രണ്ട് സഹാബകൾ ഖുത്ബക്കിനിടയിൽ, അവരെ അന്നത്തെ കാലത്ത് മണലാണല്ലോ, നമ്മളെ മണലാരണ്യം, അവിടെയാണല്ലോ പള്ളിയുള്ളത്. ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ രണ്ട് സഹാബാക്കൾ അവരിങ്ങനെ കല്ലിലിങ്ങനെ തട്ടിക്കളിച്ചു. സ്വാഭാവികമായിട്ട് കല്ലുകളുണ്ടാവുള്ളൂ, പരസ്പരം തട്ടിക്കളിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ചെറുതായി തട്ടി. അങ്ങനെ തട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, മൻ മസൽ ഹസാ ഫഖദ് ലഗാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ആ കല്ലിൽ തട്ടിയത് അവൻ കഥയുള്ളൂ, അവന്റെ ജുമുഅ ബാത്തിലായി. ആ കല്ലിൽ തട്ടിയത് അത് നമുക്ക് കിട്ടി, ആ കളിക്കാനുള്ള കുറച്ച് സമയം കിട്ടി, അതല്ലാതെ ജുമുഅയുടെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതില്ല എന്ന് ആ സ്വഹാബികൾക്ക് കർശനമായി പറഞ്ഞു കൊടുത്തു. എന്താ ചെയ്തത്? ചെറിയൊന്ന് കല്ലുകൊണ്ട് തട്ടി, ഇത്രയുള്ളൂ. നമ്മളിവിടെ എന്താ ചെയ്യണത്? വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ കയറി ചെന്ന് സ്ക്രോൾ ചെയ്ത് പരസ്പരം സംസാരിച്ച് ഉറങ്ങി തൂങ്ങി പ്രായമുള്ള ആളുകളല്ല, അല്ലെങ്കിൽ ദൂരയാത്രകൾ കഴിഞ്ഞു വന്ന ആളുകളല്ല, അതല്ലാതെ മറ്റു ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ പ്രതിഫലത്തെ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ഇത്രമാത്രം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം, ഒരു സമയം വേറെയില്ല. ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ. അല്ലാഹ് നൽകിയ അവസരം, അല്ലാഹുവിന്റെ റസൂൽ എന്ന സ്ഥാനം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാമൊഴികൾ കേൾക്കാൻ ദൂരെ നാടുകളിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്തിനാ? കേട്ട് ജീവിതത്തിൽ പകർത്തുവാൻ. അങ്ങനെയുള്ളൊരു സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം. ജുമുഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സലാം പറയൽ പോലും, ചില ആൾക്കാരുടെ അങ്ങനെ കയറി വരുമ്പോൾ സലാം പറയൽ, അതുപോലും ഹറാമാണ്. ജുമുഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അതെന്നെ മെല്ലെ പറയാൻ പാടുള്ളൂ. ഇനി പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഒരാൾ റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ജുമുഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ഒരു സ്വഹാബി കടന്നു വന്നു, അവനോട് തഹിയ്യത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. 2 റക്അത്ത് നമസ്കരിക്കാൻ, ജുമുഅയിലേക്ക് കടന്നു വരുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതൽ അതും തെറ്റാണ്. അതും ഓതൽ തെറ്റാണ്. ഖുർആൻ ഓതുമ്പോൾ ഉറക്കെ ഓതുക തെറ്റാണ്. ഇങ്ങനെ ജുമുഅ ഖുതുബയിൽ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട് പ്രിയമുള്ളവരെ. ഇത്രയും നാളത്തെ ഖുതുബയുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ പറഞ്ഞ നിബന്ധനകളും നിയമങ്ങളൊക്കെ അനുസരിച്ച് എത്ര ഖുതുബകൾ നമ്മൾ സ്വീകാര്യമായിട്ടുണ്ടാവും പരിശോധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇബാദത്തുകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഇബാദത്തുകളിൽ നല്ല പൂർണ്ണമായ ഈമാനോടും ഇഹ്തിസാബോടും കൂടി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ പള്ളിക്കും അതുപോലെ തന്നെ മദ്രസക്കും ഇസ്ലാമിക സദസ്സുകൾക്കും വേണ്ടി ധാരാളമായി സ്വതക്കകൾ ചെയ്തവർക്ക് അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് അകറ്റണേ റഹ്മാനെ. നീ പട്ടിണി ഒരിക്കലും അവരെ പിടികൂടല്ലേ റഹ്മാനെ. അല്ലാഹുവേ മൂർച്ഛിച്ച മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും ബന്ധുമിത്രാദിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൊണ്ട് ഓർത്താനുള്ളത്, ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഒന്നും നഷ്ടത്തിലാവുകയില്ല. അള്ളാഹുവേ അങ്ങനെ നിന്റെ മാർഗത്തിൽ കൊടുക്കുകയും നീ നൽകുന്ന ഉയർന്ന പദവികൾ കരസ്ഥമാക്കാൻ കഴിയുന്ന സൗഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഒരു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ നിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന
ധാരാളമായി കൊടുക്കുന്നവരെ അള്ളാഹു ഒരിക്കലും പട്ടിണി കൊണ്ട് പിടികൂടില്ല റഹ്മാനെ. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ നീ അകറ്റണം റഹ്മാനെ. അള്ളാഹു അവർക്ക് നീ അമത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു നൽകി റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അഭിവാദനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹു സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഇസ്ലാമിൽ അടിയുറച്ച ഒരിക്കലും പതറാത്ത മുസ്ലിമീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ അവരെ ഉൾപ്പെടുത്തി റഹ്മാനെ. അള്ളാഹുവേ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ഭയാനകതയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കുടുംബത്തെയും ബന്ധുമിത്രാദികളും കൂട്ടുകാരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹു പ്രകൃതിദത്തമായ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ ഇവരിന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ എല്ലാ നെഗറ്റീവായിട്ടുള്ള തിന്മകളിൽ നിന്നും, ഹറാമിൽ നിന്നും, എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله.